നമസ്കാരം. വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറുന്ന വയനാടിന് ഒരു ഉത്തേജനം പകരുക നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഒരു പിന്തുണ എന്നുള്ള നിലക്കാണ് ഇന്ന് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ മനോഹരമായ പ്രകൃതി എത്ര കണ്ടാലും മതിയാവാത്ത വയനാട്ടിലെ പ്രകൃതി പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് വയനാട്. അത് കാശ്മീരിനെ മറികടക്കുന്ന പലതിനും കാശ്മീരിനേക്കാൾ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇവിടെ സ്നോഫാൾ ഇല്ല എന്നതൊഴിച്ചാൽ കാശ്മീരിനേക്കാൾ പലതുകൊണ്ടും മനോഹരമാണ് ഈ വയനാട് ജില്ല. അപ്പോൾ ഇവിടെ ഈ വലിയൊരു ദുരന്തം, അത് മൊത്തത്തിൽ വയനാട് ദുരന്തം എന്ന് പേരിട്ട് വിളിച്ചതാണ് ഒരു തിരിച്ചടിയായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കണമെങ്കിൽ ആദ്യം നാട്ടുകാരായ ആളുകൾ വരണം. അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ആളുകൾ നാട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ പൊതിയാക്കി വണ്ടിയിൽ വെച്ച് വയനാട്ടിൽ വന്ന് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് കാര്യമായില്ല. അപ്പോൾ വയനാട്ടിൽ ഏറ്റവും തളർന്നിരിക്കുന്നതൊന്ന് ഹോട്ടൽ മേഖലയാണ്, അതുപോലെ കച്ചവട സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണമായിട്ട് ഇങ്ങ് വന്നിട്ട് അത് മറ്റൊരു ശൈലിയായിരിക്കാം. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് വയനാടിന് ഉത്തേജനം പകരണമെങ്കിൽ ഇവിടുത്തെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം, കൂൾബാറിൽ പോയിട്ട് ജ്യൂസ് കഴിക്കണം, ചായക്കടയിൽ പോയിട്ട് ചായ കഴിക്കണം. അങ്ങനെ നമ്മൾ ഈ ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത്. താമസിക്കാൻ കഴിയുന്ന ആളുകൾ അത്തരം സ്ഥാപനങ്ങളിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, അവിടെയൊക്കെ ആളുകൾ താമസിക്കുമ്പോഴേ അവിടെയും ഉത്തേജനം പകരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവർ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങും, മറ്റ് സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ആ ഇറച്ചിക്കടയിലും മത്സ്യക്കടയിലും കച്ചവടം. അങ്ങനെ വിവിധ മേഖലയിൽ പരസ്പര പൂരിതമായൊരു മാറ്റമാണ് വയനാട്ടിൽ വരുന്നത്. അപ്പോൾ ആളുകൾ വന്നിട്ട് ഇവിടെ ഇടപെടുക എന്നുള്ളതാണ്. ഏതെങ്കിലും വലിയ കുത്തക മാളുകളിൽ പോയിട്ട് സാധനം വാങ്ങുന്ന ആളുകളൊക്കെ തന്നെ വയനാട്ടിലെ ഈ ചെറുകിട സ്ഥാപനങ്ങളോട് അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഇന്ന് കൽപ്പറ്റയിൽ ഈ അമ്മയുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചത്, ഒന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം, രണ്ട് ചെറുകിട മേഖലയെ പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു ലക്ഷ്യത്തിലാണ് തിരഞ്ഞ ഏകദേശം കൽപ്പറ്റയിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നത്, 2 കിലോമീറ്റർ. അപ്പോൾ രുചികരമായ ഭക്ഷണവും ലഭിക്കും. രണ്ട്, നമ്മൾ വൻകിട സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ പോയി കഴിക്കുന്നതിന് പകരം ചെറുകിട കച്ചവട മേഖല, അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, അതിനെയാണ് ഉത്തേജിപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ വയനാടിന് സഹതാപമല്ല വേണ്ടത്, നമുക്ക് ഉത്തേജനം പകർന്നുകൊണ്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശക്തി പകർന്നു കൊടുക്കാനാണ് നമ്മുടെ പ്രവർത്തനം. പലരും ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ വലിയ ഈ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് സാധനം വാങ്ങുന്നൊരു ശീലമാണ് ഇപ്പോഴും ഉള്ളത്. അത് മാറിയിട്ട് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, അവൻ്റെ ഒരു അഭിമാനബോധം, സ്വന്തമായൊരു സ്ഥാപനം. ഈ വൻകിട മാളുകളാണ് ഇന്ന് ആളുകൾ അങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം കോഴിക്കോട്ടാണെങ്കിൽ പുതിയ മാളുകൾ വരുന്നു, ഹൈപ്പർ മാർക്കറ്റുകൾ വരുന്നു, ആളുകൾ അങ്ങോട്ടാണ് ഓടുന്നത്. പക്ഷേ ചെറുകിട കച്ചവട മേഖല തളർന്നു പോവുകയാണ്. അവൻ്റെ ഒരു കുടുംബവും അവൻ്റെ ജീവിതവും ഒക്കെ അതുമായിട്ട്, അവൻ്റെ കച്ചവട സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സാധാരണ കച്ചവടക്കാരൻ തളർന്നു പോവുകയാണ്. ഈ വൻകിട മാളുകളിലൊക്കെ തന്നെ, ഇപ്പോൾ ഏതൊക്കെ തന്നെ ആയാലും അതൊക്കെ തന്നെ വലിയ ബ്രാൻഡഡായിട്ട് വിവിധ സ്ഥാപനങ്ങൾ ഇവരൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഈ സ്ഥാപനങ്ങൾ, കുത്തക കമ്പനികൾ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾക്കാണ് അവർ തൊഴിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ കച്ചവടം അതുകൊണ്ടൊരു നാട്ടിൽ കാര്യമായൊരു ഗുണം ഉണ്ടാകുന്നില്ല. ഇവരൊക്കെ പർച്ചേസ് നടത്തിയ ആ പണം തന്നെ പർച്ചേസിന് വിദൂര ദിക്കുകളിലേക്ക് അത് പോകുന്നത്. അപ്പോൾ നാട്ടിലെ ഒരു സാമ്പത്തിക വളർച്ചയോ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയോ അതുകൊണ്ടൊന്നും ഉണ്ടാവുകയില്ല. അതുണ്ടാവണമെങ്കിൽ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ തന്നെ വേണം. ഇപ്പോൾ കൽപ്പറ്റയിലായാലും വൈത്തിരിയിലായാലും അല്ലെങ്കിൽ ഇവിടെ ഈ പൂക്കോടായാലും, ഞാൻ ഈ മനോഹരമായി കാട് ഇതൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ കച്ചവട സ്ഥാപനത്തിൽ പോയിട്ട് കുറേ സാധനം വാങ്ങുന്നു. ആ കച്ചവടക്കാരൻ ആ പണം ഉപയോഗിച്ചിട്ട് വീട്ടിൽ പണിയെടുപ്പിക്കുന്നു. അപ്പോൾ കൂലി പണിക്കാരന് പണി കിട്ടും. ആ പൈസ തന്നെ ഉപയോഗിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങും. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഈ പണം സർക്കുലേറ്റ് ചെയ്യും. ഈ കുത്തക ആളുകളിലുള്ള പണമൊക്കെ തന്നെ വിദൂര ദിക്കുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ബംഗാളികളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ ആ വരവോടുകൂടി തന്നെ നമ്മുടെ തൊഴിൽ മേഖലയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പണം നേരെ ബംഗാളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് വൻതോതിൽ പുറത്തുനിന്ന് സഹായങ്ങൾ എത്തിയതുകൊണ്ട് ഇവിടെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കച്ചവടം പൊതുവേ, അതേപോലെ യാത്രക്കാരും കുറഞ്ഞതുകൊണ്ട് കച്ചവടം പൊതുവേ കുറവാണ്. അപ്പോൾ അതിനെയാണ് ആദ്യം പ്രചോദിപ്പിക്കേണ്ടത്. ഒരു സമൂഹം വളരണമെങ്കിൽ ആദ്യം കച്ചവട സ്ഥാപനങ്ങൾ തന്നെ, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ വളരണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സഞ്ചാരികളിൽ നിന്നുണ്ടാവേണ്ടതെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി.